ഹായ് ഐ എം ബാക്ക് അഗെയിൻ. സോ പിന്നെ എനിക്ക് പീരിയഡ്സ് ആവണത് ഇപ്പോൾ ഇവിടെ വന്നിട്ടാ. ആൻഡ് ഇവിടെ വന്ന് പീരിയഡ്സ് ആയേക്ക് ആദ്യം പേരൊക്കെ ഇങ്ങനെ ആദ്യം തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ ആളെത്തിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നതെല്ലാം ഗോവിന്ന് വന്ന് മരുത്ത പെയിനൊന്നും എനിക്ക് വരല്ലേ എന്നുള്ളത് കാരണം കറിയിൽ ചത്തു പോകുന്നുള്ള സാധനമായിരുന്നു. അങ്ങനെ ഇത് വന്ന് എനിക്കിങ്ങനെ കാല് തണുക്കാൻ തുടത്തി, മറ്റേ വൃത്തികെട്ട തണുപ്പ്. അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്താ കാട്ടാറില്ല കേട്ടോ. അവർ ഷോപ്പിങ്ങിന് പോയിട്ട് ഞാനവിടെ പുറത്തിങ്ങനെ ഇരിക്കുകയാണ്. ഇവരിനോട് ചോദിച്ചു മരുന്ന് മേടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമുണ്ടാവില്ല. ഈ കാര്യം റൂമിൽ ഞാൻ മരുന്ന് കൊടുക്കുന്നുണ്ട് നാട്ടിൽ നിന്ന് വന്നേക്കാരണം. എനിക്കറിയാം പീരിയഡ്സ് വരുമല്ലോ ഇവിടുന്നൊക്കെ ഒന്ന് എന്ത് കാട്ടാനെന്നുള്ളതിൽ മരുന്ന് കൊടുക്കണം. അതിൽ പറഞ്ഞില്ല എന്നെ റൂമിൽ പോയിട്ട് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ നോക്കുമ്പോൾ അവിടുന്ന് റൂമിക്ക് 1.5 മണിക്കൂറിലാണ്. അപ്പം ഇങ്ങനെ അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെയാണ് ഇത് വരാൻ പോണേ. എന്നിട്ട് നമ്മൾ കാറിൽ കയറി ഇവർ നല്ല നല്ല സ്ഥലത്ത് കൊണ്ടുപോവുകയാണ്. അപ്പത്തിന് എനിക്ക് പെയിൻ വന്നു. മറ്റേ പ്രസവവേദന എനിക്കറിയാം, പ്രസവവേദന ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം അത് സീനാണെന്ന്. പക്ഷെ ദ തിങ് ഈസ് ദാറ്റ് ഇതും സീനാണ്, ഇതും ഭയങ്കര പെയിനാണ്. അപ്പോൾ കാരണം ഓരോരുത്തർക്കും ഓരോ മാതിരിയല്ല ഇതുണ്ടാവുക. എനിക്ക് അന്ന് വന്ന വേദന ഞാൻ അങ്ങനെ ആലോചിച്ച് നോക്കി എല്ലാം വന്നും അങ്ങനെ വരുന്ന എനിക്ക് പിന്നെ ആണ്ടിലൊക്കെ ഒരിക്കൽ അങ്ങനെയൊക്കെ വരുള്ളൂ. ഇതൊക്കെ എൻ്റെ അമ്മക്കൊക്കെ എല്ലാ പീരീഡ്സ് എല്ലാ മാസവും എൻ്റെ അമ്മക്ക് അങ്ങനെ വേദനിക്കും. അങ്ങനെ കടന്നിങ്ങനെ ദാവേക്കാരോ അല്ലാതെമാരൊക്കെ ഉള്ള പെണ്ണുങ്ങളെ അവസ്ഥ പാവണ്ട്. അങ്ങനെ എന്നിട്ട് ഇവരെന്നിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോകുമ്പോൾ എനിക്ക് എങ്ങോട്ടും ഇറങ്ങാൻ കഴിയില്ല. അപ്പോൾ ഒരിങ്ങനെ അറിയാം ഇന്നെ കാണാനാണ് കൊണ്ടുപോയിക്കണത്. എന്നെ പറയാം എനിക്ക് വയ്യ. പിന്നോട് പറയട്ടെ മരുന്നെടുത്തോ. ഇതൊക്കെ മരുന്നെടുക്കാനും തോന്നില്ല. ലാസ്റ്റ് വരെ പറഞ്ഞു ഫിദ ഈ ട്രാവൽ ചെയ്യാൻ വന്നേണേ, ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഈ മരുന്നെടുക്കണം കാരണം അല്ലെങ്കിൽ എനിക്ക് എൻജോയ് ചെയ്യാൻ കഴിയൂല. അപ്പം ഞാനെന്ന് കരുതി ആയിക്കോട്ടെ എന്നാൽ മരുന്നെടുക്കാറിട്ട് ഇവരൊരു മരുന്ന് കൊടുന്നു എനിക്ക്. ആ മരുന്ന് കുടിച്ചിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞേക്ക് ഞാൻ ഫുൾ സെറ്റായി. പിന്നെ എനിക്കൊരു വേദനയും ഇല്ല, എനിക്കൊരു തേങ്ങയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ എൻ്റെ അമ്മക്ക് വിളിച്ചേക്ക് ഞാൻ പറഞ്ഞു ഇമ്മ എനിക്കൊരു സൂപ്പർ. എൻ്റെ അമ്മ എല്ലാ പീരീഡ്സിനും മരുന്ന് എടുക്കുന്നുണ്ട്. എൻ്റെ അമ്മക്ക് കഴിയൂല, അത്ര എക്സ്ട്രീം പെയിനേക്കാരം. എൻ്റെ അമ്മക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മ എനിക്ക് സൂപ്പർ ഒരു മരുന്ന് കിട്ടിയിട്ടുണ്ട്, അമ്മക്ക് വരുമ്പോൾ കൊടുന്നു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചേക്കണം. ഞാൻ ഇനി പോകുമ്പോൾ മുമ്പ് വിളിക്കുകയാണെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട. അതിൻ്റെ മരുന്ന് ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ മേടിച്ചോട്ടു. അങ്ങനെ അത് പീരിയഡ്സ് ക്രാമ്പിന് മാത്രം. മറ്റേത് നാട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ കഴിക്കണ മരുന്ന് മറ്റേ ഫിലിം കറക്റ്റ് പേരറിയില്ല കാരണം ഞാൻ വല്ലാണ്ട് കഴിക്കലില്ല. ഇത് പീരിയഡ്സിന് മാത്രമുള്ള അങ്ങനത്തെ ഒരു മരുന്നിന്നു. അങ്ങനെ ഇപ്പം ഞാൻ എവിടെ പറഞ്ഞു നിർത്തി. എന്നിട്ട് പക്ഷെ അന്ന് അന്ന് ആകെ ഇറങ്ങിയത് എനിക്ക് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇറങ്ങിയ ഒരു ബീച്ച് ചെയ്യുന്നു കേട്ടോ. നോർത്ത് ബീച്ച്, ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈഡിൽ എന്തോ ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എനിക്ക് വെയ്ക്കണമൊന്നുമില്ല. ഇന്ന് വരെ എന്നെ അന്തം വിട്ടിട്ടോ. ഞാൻ ഇത്രയും വേദന അത്രയും ഇതൊക്കെ ഇത്രയും നേരം പറഞ്ഞു തന്നിട്ട് പിന്നെ കുറച്ചേക്ക് പോയിട്ട് ഞാൻ ബീച്ചിൽ അങ്ങനെ അവിടെ ഷെല്ലൊക്കെ പെറുക്കി കടലൊക്കെ നോക്കി അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അവരെ കൂടെ മീനൊക്കെ പിടിച്ചേ. പക്ഷെ ഞാനും ഇങ്ങനെ കരുതിട്ടോ ഇതിപ്പോൾ എന്തിനാ അപ്പോൾ ഇവിടെ ഇറങ്ങി കാരണം എനിക്ക് നല്ല വേദന ഉണ്ട്. പക്ഷെ അവിടെ ഇങ്ങനെ എത്തിക്ക് എനിക്ക് പിന്നെ കുറച്ചിങ്ങനെ ഒരു ഇതിൽ എൻഗേജ്ഡ് ആയി നിൽക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ ബെറ്റർ ആവാൻ തുടത്തി. അപ്പം കരുതി ഓക്കെ എന്നാൽ ഇനി റെഡി ആയിക്കോളും എന്നൊക്കെ കരുതിയേ. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാനിവിടുത്തെ ഒരു ലോക്കലിലോട്ട് ടോക്ക് ഇട്ടിട്ട് എനിക്ക് വെയിൽസിനെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് എവിടെ ഉണ്ടാകുക ഏതാണെന്ന് അന്വേഷിക്കാൻ നിൽക്കണത് പറഞ്ഞില്ല, സൗത്ത് വെസ്റ്റാ. അതിൽ ഇയാളോട് പറഞ്ഞു വെയിൽസ് ഉള്ളത് നോർത്ത് ബീച്ചിലാണ്. നോർത്ത് ബീച്ചിലാണ് അന്ന് ഞാൻ പോയത്. അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആ ബീച്ചിനേക്കാളും രസമുള്ള കുറേ സ്ഥലങ്ങളിൽ ഇവരിനെ കൊണ്ടുപോയി ഇറങ്ങാൻ എനിക്ക് കഴിഞ്ഞതിലേക്ക് വെയ്യ നീന്നു. പക്ഷെ എന്തോ അവിടെ ഞാൻ മീൻസ് എനിക്ക് ഇങ്ങളൊക്കെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങളൊക്കെ അത് എങ്ങനെ എടുക്കാൻ എനിക്കറിയില്ല. പക്ഷെ അത് ഞാനും യൂണിവേഴ്സും തമ്മിലുള്ള ഒരു സംഭവമാണ്. മീൻസ് എനിക്ക് വെയിൽസിൻ്റെ അടുത്തുനിന്ന് എനിക്കൊരു കോളിങ് കിട്ടലുണ്ട്, എന്തോ ഒരു കണക്ഷന്. ഞങ്ങൾ ഇതുവരായിട്ട് കണ്ടിട്ടും ഇതാക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഇന്നും കൂടെ ഞാൻ സ്വപ്നം കണ്ടു ഞാൻ വെയിൽസിൻ്റെ കൂടെ നീന്തണം. പക്ഷെ എനിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ കരുതോ ഞാൻ പൊടിയിൽ നീന്തിക്കാരെന്ന്. പക്ഷെ എനിക്ക് കഴിയൂല. എനിക്ക് കണ്ണിനൊരു സർജറി കഴിഞ്ഞുകൊണ്ട് എനിക്ക് കടലിൽ ഇറങ്ങാൻ കഴിയൂല. കണ്ണിൽ കടൽ വെള്ളമൊന്നും തട്ടിക്കാൻ കഴിയൂല. അതെന്താണേലും പോസിബിൾ അല്ല. എത്ര പ്രൊട്ടക്ഷൻ ഇട്ടിട്ടാണേലും എന്നോട് ഡോക്ടർ ഇറങ്ങരുത് പറഞ്ഞോളൂ. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വരെ ഞാൻ കണ്ണ് വെള്ളം തട്ടിക്കാണ്ട് ഞാൻ വെയിൽസ് എല്ലാവരും അടിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ വെയിൽസിനെ കാണാൻ. പക്ഷെ എനിക്ക് കഴിയില്ല. അപ്പം എന്താണെങ്കിലും പിന്നെ ഞാൻ അത് ഞാൻ അന്ന് പോയ ബീച്ചിൻ്റെ അവിടെയാണ്. അവിടെ ഇപ്പോൾ വെയിൽസ് ഉണ്ട് ശരിക്കും. അതിൻ്റെ അങ്ങോട്ട് ഇപ്പം നമ്മൾ നിൽക്കണ ഭാഗമല്ലാണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെയിൽസ് ഉണ്ട്. അങ്ങനെ തോന്നി. ഞങ്ങൾ അത്രയും ക്ലോസ് ആയിട്ട് എൻ്റെ ലൈഫിൽ അത്രയെങ്കിലും ക്ലോസ് ആയി. മീൻസ് ഞാൻ ഇവിടെ ആണെങ്കിൽ വെയിൽസ് അന്ന് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കപ്പം അറിഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ എന്തുകൊണ്ടോ ഇറങ്ങിയിരുന്നു. അങ്ങനെയൊക്കെ. പക്ഷെ എങ്ങനെയെങ്കിലും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 50,000 രൂപയാണ് വെയിൽസിനെ കാണാൻ പോവാൻ. എൻ്റെ അടുത്തിൻ്റെ എത്ര ഉള്ളു, എൻ്റെ അടുത്തിൻ്റെ ചില്ലറാണോ.
അല്ല കേട്ടോ, കുറച്ചൊക്കെ പൈസ ഉണ്ട്, പക്ഷെ മെയിൽസിനെക്കാളിലൊന്നും നോട്ട് ഈവൻ പോസിബിൾ. പക്ഷേ ഞാൻ എപ്പോഴും പറയണ പോലെ അത്ര ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വഴി ഉണ്ടാകും. അത് ഞാൻ നല്ലോണം വിശ്വസിക്കണം ഒരാളെ. മീൻസ് ഒരു ബെഗറാണ്, ആ ബെഗറിന് ലണ്ടന് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഇതിൽ ആ ബെഗർ ലണ്ടന് പോകും. അത് വിശ്വസിക്കണം ആളാണ് ഞാൻ. അപ്പോൾ അറിയില്ല. അപ്പോൾ അന്ന് അതൊക്കെയാണ് എൻ്റെ പീരിയഡ് സ്റ്റോറീസ്. ഇവരിടക്ക് വരും, ഇനി ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്ക് ഈ സാധനം എനിക്ക് വേണ്ട. ഞാൻ അറിഞ്ഞു എനിക്കല്ലെങ്കിലും എങ്ങനെ വെച്ചാൽ എനിക്ക് എന്തെല്ലാം അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത്. എന്താ ചെയ്യിക്കോട്ടെ, ഒരു പ്രാവശ്യമെങ്കിലും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. ഞാൻ അതിന് അഡിക്റ്റഡ് ആവേ, അതിന് യൂസ്ഡ് ആവേ, അങ്ങനത്തെ ഒരു സാധനമൊന്നുമില്ല. പക്ഷെ എനിക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ, ഹലാൽ ആയ കാര്യങ്ങൾ. അപ്പം ഇങ്ങനെ അതേമാതിരി തോന്നിയിരുന്നു പീരിയഡ്സ് പെയിൻ. എന്താണെങ്കിലും ബോധിച്ചു എനിക്ക് വേണ്ട. എനിക്കിപ്പോൾ പീരിയഡ്സിൻ്റെ ഞാനിങ്ങനെ ആലോചിച്ചേക്കാണ്. എനിക്ക് വേറൊരു കാര്യം ഓർമ്മയിട്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രാൻസ് എന്നുള്ളൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, മേരി പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം ജയ്സൽമർ പോയി. അപ്പോൾ നമ്മൾ പോയേക്ക് മീൻസ് ഓൾ ആദ്യം അവിടെ ഉണ്ടായിരുന്നു, പിന്നെയാണ് ഞാൻ ചെല്ലണം. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേന് ഇവർക്ക് വേറെ അവിടെ നിന്ന് കുറേ ടീംസിനെ കിട്ടിയേക്കണം, ഫുൾ ട്രാവലേഴ്സ്. അതിലെന്താ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല. എല്ലാം അത് ലോകത്തിൻ്റെ വേറെ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ്. ബെൽജിയത്തു നിന്നും USA നിന്നും അതേമാതിരി ലണ്ടനിൽ നിന്നും. അതിലിപ്പോൾ പെൺകുട്ടികളെ ഞാൻ, അതേമാതിരി വേറൊരു കുട്ടിയും, പിന്നെ മേരി നമ്മളാളിൽ, പിന്നെ ബാക്കിയൊക്കെ ചെക്കന്മാരെന്നേ. ഒക്കെ നല്ല ട്രാവലേഴ്സ്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നല്ല ഫ്രണ്ട്സ്. ഇതിൻ്റെ ആരുടെയിലും വേറെ ഫോറിനേഴ്സൊക്കെ അല്ലേ, ആരും സെക്ഷലി ഒരു ഇതിൽ ഏർപ്പെടുന്നതും അങ്ങനെ ഒന്നുമില്ല. ഫുൾ ആ ഒരു ട്രാവലിംഗ്, ആ ഒരു എനർജി ഉണ്ടാകൂലേ, കാണുക, പുതിയ ആൾക്കാരെ പരിചയപ്പെടുക. മീൻസ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറേ ആൾക്കാരെ കിട്ടും. കുറേ നമ്മൾ വരെ പറ്റി കരുതണ കാര്യങ്ങൾ ഇതൊക്കെ കുറേ മാറും. ഓരോ മൈൻഡ് സെറ്റിൻ്റെ ഒക്കെ ഒരു ഓപ്പൺനെസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അന്തം വിട്ട് പോകും. മീൻസ് അത്രക്കും സീനാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അന്ന് നമ്മൾ ഒപ്പം ഉണ്ടായിരുന്ന ടൈമിൽ എനിക്കപ്പോൾ പീരിയഡ്സ് ആയിട്ടേ തൊട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ സ്വിമ്മിംഗ് പൂളിൽ പോകാനും പ്ലാൻ ചെയ്തു. അപ്പോൾ മേരിക്ക് അറിയാം എനിക്ക് പീരിയഡ്സ് എന്നുള്ള. പക്ഷെ ഇവള് എന്താണ് പോവാ ഇതാക്കുക അങ്ങനെ എന്നൊക്കെയുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ എനിക്ക് ഇറങ്ങാൻ കഴിയില്ലല്ലോ, ഞാൻ പീരിയഡ്സ് ആയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ പ്ലാൻ ചെയ്തേക്ക് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇറങ്ങണ്ടാകൂല, എനിക്ക് ഇറങ്ങാൻ കഴിയൂല, എനിക്ക് പീരിയഡ്സ് ആണെന്ന് പറഞ്ഞേക്ക് ഇവർ പറഞ്ഞു. എല്ലാവരും അതിനെന്താ, ഞാനാകെ തൊട്ടേ പറഞ്ഞല്ല പീരിയഡ്സ് ആണ് ഇപ്പോൾ ബ്ലഡ്. അതിലിവരെല്ലാവരും അതിനിപ്പോൾ എന്താ പ്രശ്നമോ, അങ്ങനത്തെ അതൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ ഇറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടോ. പക്ഷെ നമ്മളവിടെ ഇതൊക്കെ പറഞ്ഞിട്ടാൽ അങ്ങനെ ഒരു സാധനമില്ലല്ലോ. അതിൽ മേരിനോട് പറഞ്ഞു എന്താണ് ഇവിടെ ഓരവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമല്ല, പീരിയഡ്സ് ആണെന്ന് കരുതിയിട്ട് ഒപ്പം അവിടുത്തെ ഓരോ രാജ്യത്തുള്ള ആൾക്കാരൊന്നും വെള്ളത്തിൽ ഇറങ്ങാതെ ഇരിക്കൂല, എല്ലാവരും ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് ഇവളെടുത്ത് എന്താ പറയുക ടാമ്പോൺസ് ഉണ്ടല്ലേ അതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഈ അത് യൂസ് ചെയ്തിട്ട് ഇറങ്ങിയാൽ മതി, ഒരു പ്രശ്നമില്ല, ലീക്കേജും കാര്യങ്ങളൊന്നും ഉണ്ടാകൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് പക്ഷെ എൻ്റെ ഇതിലൊക്കെ മേരിക്കും ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഇവർക്ക് കുറേ ബോയ്സ് ഉണ്ടല്ലോ, ഒരു ഇതിൽ കംഫർട്ടബിൾ ആവും. എനിക്ക് തന്നെ എന്തോ മാതിരി, കാരണം നമ്മളതിന് യൂസ്ഡ് അല്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അതിനെ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചേക്ക്. ഇവരെല്ലാവരും അതിനെന്താണ്, അതൊന്നും ഒരു പ്രശ്നമേ അല്ല, അങ്ങനെയാണ് ഇവർ സംസാരിക്കണേ. അതിനെന്താണ്, അങ്ങനെ ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല. ഇവരിങ്ങനെ എന്നോട് കേട്ട് പറയാം ഇതൊരു എന്താ പറയുക പീരിയഡ്സ് ബ്ലഡ് ഇങ്ങനെ ഒരു മോശ കാര്യം അങ്ങനെ ഒന്നല്ല ഒരു കാണണേ, അതൊക്കെ ഇതിൻ്റെ ഒരു പാർട്ടല്ലേ, അതൊന്നും പ്രശ്നമല്ല, ഈ ഇറങ്ങിക്കോ അങ്ങനെ എല്ലാവരും. മീൻസ് വെറുതെ നമ്മളോട് ഇങ്ങനെ എന്താ അപ്പം കാട്ട അങ്ങനെ ഒന്നല്ല. എനിക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്ത് തരാണ്, ഇതൊന്നും ഒരു പ്രശ്നമല്ലേ, ഇത് ഇങ്ങനെ എന്നോട് ഇങ്ങനെ ലിറ്ററലി പറയും ചിന്താഗതി ഒന്നും വെച്ചിരിക്കല്ലേ ആ സാധനം. അപ്പം ഞാനിങ്ങനെ അങ്ങനെയൊന്നും. അപ്പം അവിടെ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. നമ്മളവിടെ അത് വരേണ്ട ഹൈ ടൈമാണ്. എനിക്ക് തോന്നുന്നത് നമുക്ക് തന്നെ ഇപ്പം ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർക്ക് തന്നെ എന്ന സാധനം. പക്ഷേ എനിക്ക് അന്ന് കുറേ ഇതിൻ്റെ മീൻസ് ആദ്യം എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും പൂളിക്ക് പീരിയഡ്സ് ആകുമ്പോൾ പൂളിക്ക് ഇറങ്ങുക അങ്ങനത്തെ ഒരു സാധനമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ സാധനം ടാമ്പോൺസ് എന്ന് പറയുന്ന സാധനം ഞാൻ അന്ന് ആദ്യമായിട്ടായിട്ട് യൂസ് ആക്കണം. അതിൻ്റെ അത് യൂസ് ആക്കുമ്പോൾ അത് യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ബ്ലഡൊന്നും പുറത്തേക്ക് വരും ഇതാക്കൊന്നുമില്ല. അത് അങ്ങനത്തെ ഒരിതാണ്. അപ്പം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കുറേ ചിന്താഗതിയും കുറേ കാര്യങ്ങളും വേറെ പേഴ്സ്പെക്റ്റീവുകളും ഇതൊക്കെ വരുമ്പോൾ ഒക്കെ കുറേ മാറിപ്പോകും. ആൻഡ് ഓൾസോ വൺ മോർ തിങ്, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മീൻസ് നാച്ചുറലായിട്ട് എന്തെങ്കിലും റെമഡീസോ പീരിയഡ്സ് ആകുമ്പോൾ മറ്റേ ഉലുവ വെള്ളം അതേമാതിരത്തെ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ മീൻസ്
എഫക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്തോ. അതാകുമ്പോൾ ഈ മരുന്ന് തേങ്ങാക്കൊലൊക്കെ ഒന്ന് ഒഴിവാക്കാം. ഈ വീഡിയോസ് കാണുന്ന എല്ലാ പെൺകുട്ടികൾക്കും ഇനി വരുന്ന പീരീഡ്സ് ഒന്നും വേദന ഇല്ലാണ്ടിരിക്കണേ, ആമീൻ. ആൻഡ് ഈ വീഡിയോ കാണുന്ന എല്ലാ ചെക്കന്മാർക്കും ഇതിനെ പറ്റിയിട്ട് റീസെർച്ച് ചെയ്തു കുറച്ച് ബോധവൽക്കരന്മാരാവാനുള്ള ബുദ്ധി കൊടുക്കണേ, ആമീൻ.